രാജീവ്ജി ചെയ്തിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തവർക്ക് ഇനിയിപ്പോൾ ലഭിക്കില്ല. ഇപ്പൊ ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇനിയും ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്തത് നോക്കണ്ട, നമ്മൾ ഇനിയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓഫർ സ്വന്തമാക്കാം. പിന്നെ അതിനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സാധാരണ ഇതിൽ കിട്ടുന്ന ഓഫർ ഒന്നും ഉണ്ടാവില്ല. ഈ 2 മാസവും നമുക്കിപ്പോൾ 1500 സിക്ക് കമ്പനി തരുന്ന ഫ്രീ ഗിഫ്റ്റ് ഒന്നും കിട്ടില്ല. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഓഫർ. അത് നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്കറിയാം, നമ്മളായിരിക്കുന്ന ഈ മേഖലയിൽ നമ്മളെല്ലാവരും തന്നെ പല തട്ടുകളിലുള്ള ആൾക്കാരാണ്. പല മേഖലയിൽ പല കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും തന്നെ. അപ്പോൾ നമുക്കിന്നറിയാം, നമ്മുടെ ഒരു സാധാരണ ഒരു ജീവിതം കൊണ്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്നിലധികം ജോലികൾ ചെയ്യുന്ന വ്യക്തികൾ ധാരാളമാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളും ചെയ്യുന്ന ജോലി കൂടാതെ ഇതിലും ആയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പാർട്ട് ടൈമായിട്ടാണ് ഇത് ചെയ്യുന്നത്. പാർട്ട് ടൈമായിട്ടാണെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ നമുക്ക് വർക്ക് കൂടുതലായിരിക്കും. എങ്കിലും നമ്മളിത് വിടാതെ ചങ്കോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അതേപോലത്തെ നല്ലൊരു ഗ്രൂപ്പിലാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം നേടണമെന്നുള്ള അതിയായ ആഗ്രഹവും നമുക്കുണ്ട്. കാരണം നമ്മളുടെ വളർച്ചയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം നമ്മളൊരു മാതൃകയായിരിക്കണം. അപ്പം നമ്മൾ എത്തരത്തിലുള്ള ആളുകളാണ്, ഏതെല്ലാം തലത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇന്നിവിടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ GRDD ആയ ജോളി ശേഖർ സാറ് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഈ സ്ക്രീനിലേക്ക് സ്വാഗതം. വെൽക്കം ജോളി ശേഖർ സാർ. ഞാൻ ഓഡിയോ ആണോ? അതെ അതെ കേൾക്കാം. ഓക്കെ എല്ലാവർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട അഡ്വൈസേഴ്സിനും ലീഡേഴ്സിനും എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് 8 മണിക്ക് തന്നെ വരികയും അതേമാതിരി തന്നെ നമ്മുടെ പ്രോഗ്രാം കൃത്യമായിട്ട് ആരംഭിച്ച ഇൻട്രൊഡക്ഷൻ കൃത്യമായിട്ട് പറഞ്ഞു, നല്ല രീതിയിൽ പറഞ്ഞ സീഡ്സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇന്നൊരു പ്രത്യേക ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒരു പ്രസന്റേഷൻ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ഇതിൽ പങ്കെടുക്കാത്ത കുറച്ച് ലീഡേഴ്സ് ഈ പ്രോഗ്രാമിലുണ്ടാവും, പുതിയ വ്യക്തികളുണ്ടാവും. അവർക്കും കൂടി വേണ്ടിയായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ എടുക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും ഒരു മോദി കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസന്റേഷൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മോദി കെയറുമായിട്ട് ബന്ധപ്പെട്ട പ്രസന്റേഷൻ മാത്രമല്ല, നമ്മുടെ ജീവിതവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു പ്രസന്റേഷൻ കേട്ട് കഴിയുമ്പോഴേക്കും ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിലായിരിക്കുന്ന കുറച്ച് പേരാണ് വന്നിട്ടുള്ളത്. ഇനിയും കുറച്ച് പേരുടെ വരുമെന്ന് വിചാരിക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് കൃത്യമായിട്ട് നോക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകളും പോസ്റ്റുകളും നോക്കുന്ന ആൾക്കാരെ വളരെ കുറവാണ്. അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന പോലെ പാർട്ടിസിപ്പേഷൻ കുറച്ചും കൂടി വരുമായിരിക്കും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ എന്തിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു അത് നമ്മിലേക്ക് ആകർഷിക്കപ്പെടും, അല്ലെ? അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും. അപ്പോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മോദി കെയർ, അപ്പൊ ഇതിനോട് എത്രമാത്രം കൂടുതൽ നമ്മൾ അടുപ്പം കാണിക്കുന്നുവോ, ഇതിന്റെ പ്രോഗ്രാമുകളിൽ എത്രമാത്രം പങ്കെടുക്കുന്നുവോ, എത്രമാത്രം ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുവോ, അതനുസരിച്ച് ഈ ഒരു കമ്പനി നമുക്ക് കൂടുതൽ വരുമാനങ്ങളും നേട്ടങ്ങളും തരും. അതേസമയം നമ്മൾ എല്ലാം കഴിഞ്ഞ് മറ്റ് ഗ്രൂപ്പുകളൊക്കെ അതെല്ലാം നോക്കി മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നതെങ്കിൽ, ഇത് കേൾക്കുന്നതെങ്കിൽ, ഇതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത്തരത്തിൽ മാത്രമേ ഇതിൽ നമുക്ക് നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലായാലും ഏത് മേഖലയിലായാലും അവിടെ ജീനിയസ് ആയ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാഷൻ,
അവരുടെ താല്പര്യം, അവരുടെ സമയമെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട ആ മേഖലയിൽ സ്പെൻഡ് ചെയ്തപ്പോൾ, ചെലവഴിച്ചപ്പോഴാണ് അവർ ലോകം അറിയപ്പെടുന്ന രീതിയിലേക്ക് മാറിയത്. അപ്പൊ എന്തായാലും പ്രോഗ്രാമിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമിലായിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ടെലിവിഷനിലായിരിക്കാം, വാട്സപ്പിലായിരിക്കാം, ഫേസ്ബുക്കിലായിരിക്കാം, യൂട്യൂബ് വീഡിയോ കാണാം, അല്ലെ? അപ്പൊ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സ് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊരു പിരമിഡാണ്. ഒരു പിരമിഡ് എന്ന് പറയുമ്പോൾ താഴെ നമുക്ക് കൂടുതലും മേലേക്ക് പോകുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരും, അല്ലെ? അങ്ങനെയല്ലേ പിരമിഡ്? ശരിയല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയാണ്. ശരിയല്ലേ? നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ ആയതുകൊണ്ട് ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും കാണുന്നതെങ്കിലും കാണുന്നുണ്ടാവും. അല്ലെ, അതിന് ഏറ്റവും താഴെയുള്ള കളർ എന്താണ്? ഏറ്റവും താഴെയുള്ള കളർ എന്താണ്? റെഡ് അല്ലേ? മുകളിലുള്ള യെല്ലോ അല്ലെ? അതിന് മുകളിലുള്ള ഗ്രീൻ, അതിന് മേലെയുള്ള ബ്ലൂ, അതിന് മേലെയുള്ള വയലറ്റ് അല്ലേ? ഓക്കെ, കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോ ഇതിൽ പറയുന്നത് ഇതൊരു നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ്, നമ്മുടെ ഉദ്ദേശ്യം എന്താണ്, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്, അപ്പൊ എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഷെയർ ചെയ്യുന്നു. ഒരു മിനിറ്റ്. ഇവിടെ ഏറ്റവും മേലെ കാണിച്ചിരിക്കുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് പറയുന്നത്. അതായത് ഒരാൾ ജീവനോടെ ഇരിക്കുമ്പോൾ അയാൾക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോ പറയുന്നത് ഏറ്റവും താഴെയുള്ള റെഡ് കാറ്റഗറിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ ഈ ലോകത്തിലുള്ള ആളുകളെ പല പല തട്ടുകളായിട്ട് തിരിച്ചിട്ട് ഓരോ തട്ടുകളിലുള്ള ആളുകൾ ഏത് രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ താല്പര്യങ്ങൾ എന്താണ്, അവരെന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത്, അവരുടെ ചെയ്തികൾ എന്താണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോഴേക്കും ഇത് ഒരു തരം ആനിമൽ ലൈഫ് എന്നാണ് പറയാം. ആനിമൽ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ സാധാരണ പക്ഷി മൃഗാദികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ആണ്. എന്തൊക്കെയാണ്? അവർക്ക് എന്ത് വേണം? ശ്വസിക്കാനായിട്ട് വായു വേണം, കുടിക്കാനായിട്ട് വെള്ളം വേണം, പിന്നെന്ത് വേണം? കഴിക്കാൻ എന്ത് വേണം? ഭക്ഷണം വേണം, അല്ലെ? നല്ല രീതിയിൽ ഉറക്കം വലിച്ച് കിടന്ന് ഉറങ്ങണം, അല്ലെ? അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ വേണം. പ്രധാനമായിട്ടും വേണ്ടത് ഭക്ഷണമാണ്. ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ജീവിതം. ഇപ്പോഴത്തെ ടെക്നോളജി കാലഘട്ടത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്പം നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട്, യൂട്യൂബ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ സീരിയലുകള്, അല്ലെങ്കിൽ അതേമാതിരി തന്നെയുള്ള റിയാലിറ്റി ഷോ എല്ലാം കണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ചു പോവുക എന്നുള്ളതാണ് ഈ താഴെയുള്ള കാറ്റഗറിയുടെ ലക്ഷ്യം. നേരത്തെ ഒരു ലീഡർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതേപോലെ പറയാന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ് വെച്ചത്: ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണികളെ ഉണ്ടാക്കുക. ഇത് വേറെ ലീഡർ പറഞ്ഞത് അതേമാതിരി കടമെടുത്ത് ഞാൻ പറയാം. എന്താണ് പറഞ്ഞത്? ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണികൾ ഉണ്ടാക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അതായത് വേറെ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഒരു ആനിമൽ ലൈഫ്. നമ്മുടെ സമൂഹത്തിലുള്ള ഭൂരിഭാഗം വരുന്ന ആളുകളും ഇത്തരത്തിലാണ്. ചിലപ്പോ ഇതിനോടൊപ്പം അവർക്ക് അല്പം ലഹരിയുടെ ആവശ്യം ഉണ്ടാവും, അല്ലെ? വൈകിട്ടാകുമ്പോൾ 2 എണ്ണം അടിക്കണം, അല്ലെ? കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, കുറച്ച് ചീത്ത പറയണം, വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഒക്കെ ഈ കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, ഇത് ഏറ്റവും താഴെയുള്ള കാറ്റഗറിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെയാണ്. 90% ആൾക്കാരൊക്കെ ഇവിടെയാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഹലോ, ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് നെക്സ്റ്റ് ലെവലാണ്. ഇത് ഏതാണെന്നറിയാമോ? ഏത് കളറാണെന്നറിയാമോ? യെല്ലോ കാറ്റഗറിയാണ്. യെല്ലോ കാറ്റഗറിയാണ്. നമ്മുടെ മേഴ്സി മാഡം കുക്കിങ്ങിലാണ്. മേഴ്സി മാഡം കുക്കിങ്ങിലാണ്. ഓക്കെ, താങ്ക് യു മേഴ്സി മാഡം. അത് നമ്മുടെ ഓക്കെ, അത് നേരത്തെ മ്യൂട്ട് ആയിരുന്നില്ല, ഇപ്പൊ മ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞ രണ്ടാമത് പറയുന്നത്
യെല്ലോ കാറ്റഗറിയാണ്. അതിന്റെ തൊട്ട് മുകളിലെ കാറ്റഗറി. അപ്പോൾ താഴെയുള്ള കാറ്റഗറിയേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞ പെർസെന്റേജ് ആയിരിക്കും ഈ ഒരു യെല്ലോ കാറ്റഗറി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ കുറച്ചും കൂടി അപ്പർ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ സൊസൈറ്റിയിലുള്ള, നമ്മുടെ ഈ ലോകത്തുള്ള, നാട്ടിലുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നത്. നമ്മളും ഇതിന് അതിലൊക്കെ കാറ്റഗറിയിലായിരിക്കും. ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കുറച്ചും കൂടി സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. എങ്ങനെയെങ്കിലും ഒന്നും ജീവിച്ചാൽ പോരാ. മറ്റത് എങ്ങനെയാണ്, വല്ലവണ്ണം ജീവിച്ചാൽ മതി എന്നായിരിക്കും. ഇതങ്ങനെയല്ല, കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് സേഫ് ആയിട്ട് ജീവിക്കണം. കുറച്ചും കൂടി സഹകരണം, മറ്റുള്ളവരുമായിട്ട് സഹകരണം വേണം. കുറച്ചും കൂടി മറ്റുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് സഹായിക്കണം. ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ചും കൂടി നല്ല ഭക്ഷണം കഴിക്കണം. കുറച്ച് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം. ഒരല്പം സ്ഥലം, കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ വേണം. ഫാമിലിയൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ കെയർ ചെയ്യണം. അവർക്ക് നല്ല ഫുഡ് കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. സോറി, നല്ല, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സൗകര്യങ്ങൾ കൊടുക്കണം. കുറച്ചും കൂടി സോഷ്യലി ആളുകളുമായിട്ടൊക്കെ ഇടപെട്ട് നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി, അതിനോടൊപ്പം ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെള്ളം വേണം, ഭക്ഷണം വേണം, അല്ലെ, നല്ല വസ്ത്രം വേണം. അതിനോടൊപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ജീവിക്കണം ചിന്തിക്കുന്ന ആളുകളാണ് ഈ രണ്ടാമത്തെ കാറ്റഗറി. ആദ്യത്തേക്കാൾ കുറച്ചും കുറഞ്ഞ കാറ്റഗറി ആയിരിക്കും ഈ കാറ്റഗറി. ഇവിടുത്തെ പിരമിഡ് പ്രകാരം ഏത് കളറാണ്? പിരമിഡ് യെല്ലോ പ്രകാരം ഏത് കളറാണ്? യെല്ലോ 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 കാറ്റഗറി. യെല്ലോ യെല്ലോ കുറച്ചും കൂടി കുറവായിരിക്കും ഈ കാറ്റഗറി. ഇനി അടുത്തത് മൂന്നാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. ഈ ഗ്രീനിന്റെ പ്രത്യേകത എന്താണ്? ലവ് ആൻഡ് ബിലോങ്ങിങ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. അതായത് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകള്, കുറച്ചും കൂടി സ്നേഹമുള്ള ആളുകള്, കുറച്ചും കൂടി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകള്, കൂടുതൽ മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള ജീവിതം നയിക്കണം. കുറച്ചും കൂടി ലക്ഷ്യബോധം ഉണ്ടാവും, കുറച്ചും കൂടി സ്വപ്നം ഉണ്ടാവും, കുറച്ചും കൂടി ആഗ്രഹങ്ങൾ ഉണ്ടാവും, കുറച്ച് കൂടുതൽ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കണം, പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കണം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം. സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളുടെ ജീവിതവും മെച്ചപ്പെടുത്തണം. കുറച്ചും കൂടി ജീവിതം കളർഫുൾ ആയിരിക്കണം, അല്ല, കുറച്ചും കൂടി ലൈഫ് കളർഫുൾ ആയിരിക്കണം. കുറച്ചും കൂടി നല്ല സൗഹൃദ ബന്ധങ്ങൾ വേണം. പിന്നെ ഒരു സെന്റർ പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയും. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മാത്രം ഗുണം കിട്ടിയാൽ പോരാ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എങ്ങനെയൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നവരും ജീവിതം കാണുന്നവരും അതനുസരിച്ച് തങ്ങളുടെ ജീവിതം ക്രമപ്പെടുന്നവരും കുറച്ചും കൂടി സന്തോഷവാന്മാരായ, സന്തോഷവതികളായ ആളുകളാണ് ഈ പറയുന്ന ഗ്രീൻ കാറ്റഗറി, അല്ലെ? അത് ഈ പറയുന്ന പോലെ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നു. ഇതിന്റെ അളവ് താഴെ കണ്ട റെഡ് കാറ്റഗറിയേക്കാൾ യെല്ലോ കാറ്റഗറിയേക്കാൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കുറവ് കുറവ് കുറവായിരിക്കും, അല്ലെ? ഗ്രീൻ കാറ്റഗറി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകാം. അടുത്ത കാറ്റഗറി കളർ ഏതായിരിക്കും? ബ്ലൂ. പറഞ്ഞ പ്രകാരം ബ്ലൂ. ബ്ലൂ ബ്ലൂ കാറ്റഗറി. ബ്ലൂ കാറ്റഗറി എന്ന് പറയുമ്പോഴേക്കും കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായി. ഇത് താരതമ്യേന വളരെ വളരെ കുറവായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. ഇവർക്ക് എന്തെല്ലാം വേണം? ആദ്യം പറഞ്ഞ പിരമിഡിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വേണം. ആദ്യത്തെ റെഡിലും യെല്ലോയിലും ഗ്രീനിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും. നല്ല ഭക്ഷണം വേണം, അല്ലെ, വെള്ളം വേണം, നല്ല വസ്ത്രം വേണം, പ്രോപ്പർട്ടി, സൗകര്യങ്ങൾ, താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വേണം. അതിനോടൊപ്പം കുറച്ചും കൂടി കോൺഫിഡൻസ് ലെവൽ, ആത്മവിശ്വാസം കൂടുതലുള്ള ആളുകളായിരിക്കും. കുറച്ചും കൂടി അച്ചീവ്മെന്റ് എത്തണം, കുറച്ചും കൂടി ഹയർ ലെവൽ എത്തണം. നമ്മളായിരിക്കുന്ന മേഖലയിൽ ഒരു ജീനിയസ് ആയിട്ട് മാറണം, ഒരു സ്റ്റാറായിട്ട് മാറണം, ഒരു ചാമ്പ്യനായിട്ട് മാറണം, ഒരു വിന്നറായിട്ട് മാറണം. അപ്പൊ അതിനോടൊപ്പം തന്നെ അവർ കുറച്ചും കൂടി വിനയമുള്ള ആൾക്കാരായിരിക്കും, മറ്റുള്ളവരാൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരായിരിക്കും. നമ്മളൊരു പ്രത്യേക ക്വാളിറ്റിയുള്ള ഒരാളായിട്ട് അറിയണമെന്നും അറിയപ്പെടണമെന്നും ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തിളങ്ങണമെന്നും
വേദികൾ കൈകാര്യം ചെയ്യണമെന്നും കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നും ലോകം അറിയപ്പെടുന്ന രീതിയിൽ വളരണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാള്. അതായത് ഒരു യൂണിക്, മറ്റുള്ളവർ വ്യത്യസ്തനായിട്ടുള്ള, മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന വലിയ വലിയ സ്വപ്നങ്ങളുള്ള ആൾക്കാർ, വലിയ വലിയ നേതാക്കന്മാര്, വലിയ വലിയ ഗ്രൂപ്പിനെയൊക്കെ ലീഡ് ചെയ്യുന്ന ആളുകള്, നല്ല രീതിയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ, നല്ല രീതിയിൽ ടീമിനെ ലീഡ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെ, വലിയ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമ്മുടെ സമൂഹത്തിലെ ഒരു ഇമ്പാക്ട്, അല്ലെ, ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ തങ്ങളുടെ വാക്കുകളെയും പ്രവൃത്തികളെയും പെരുമാറ്റത്തെയും, അല്ലെ, മൊത്തം കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി ഒരു യുണീക് ക്വാളിറ്റിയോടുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് മെന്റലിയും ഫിസിക്കലിയും, അല്ലെ, ഫിറ്റായി ടോട്ടലി ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈഫ് നയിക്കുന്ന ആളുകളാണ് ഏത് കാറ്റഗറി? ഈ ബ്ലൂ കാറ്റഗറി. ഇത് നേരത്തെ കണ്ട റെഡ് കാറ്റഗറിയെക്കാളും യെല്ലോ കാറ്റഗറിയെക്കാളും അതേമാതിരി തന്നെ ഗ്രീൻ കാറ്റഗറിയെക്കാളും കുറവായിരിക്കില്ലേ? അല്ലെ, കുറവായിരിക്കില്ലേ? ഹലോ, കുറവായിരിക്കും അല്ലെ? കുറവായിരിക്കും. ഓക്കെ. ഇനി അടുത്ത കാറ്റഗറി ഏറ്റവും പിരമിഡിന് ഏറ്റവും മുകളിലുള്ള കാറ്റഗറിയാണ്. അതിനെപ്പറ്റി ഇവിടെ പറയുന്നത് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ പിരമിഡിന് ഏറ്റവും മേലെയുള്ള ആളുകളാണ്. അപ്പൊ അവിടെ കുറച്ചും കൂടി അവർ ക്രിയേറ്റീവ് ആയിരിക്കും, പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കും, പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും, ജീവിതത്തെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള കാഴ്ചപ്പാടായിരിക്കും, എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഈ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് സയന്റിസ്റ്റുകൾ, അല്ലെ, പരീക്ഷണങ്ങൾ നടത്തുന്ന ആൾക്കാര്, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാര്. എന്താണ് ഈ പ്രപഞ്ചം? ഈ പ്രപഞ്ചത്തിന്റെ സീക്രട്ട്, പ്രപഞ്ച രഹസ്യങ്ങൾ എന്താണ്? പ്രപഞ്ചം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അങ്ങനെ അതിനിഗൂഢമായ കാര്യങ്ങളെ കുറിച്ച് സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ഗവേഷണം നടത്തുകയും അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും കൂടുതൽ വായിക്കുകയും, അല്ലെ, അങ്ങനെ മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ട് നിരവധിയായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. ഇവിടെ വരുന്ന ആൾക്കാർ ആർക്കെന്ന് അറിയാം? നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ സയന്റിസ്റ്റുകൾ, വലിയ വലിയ ഗുരുക്കന്മാര്, യോഗികള്, സന്യാസിമാര്, കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ. ഇവരുടെ പ്രത്യേകത, ഇവർക്ക് ആരെയും പേടി ഉണ്ടാവില്ല. സ്പിരിച്വൽ കാര്യങ്ങളിലൊക്കെ അവര് ഏറ്റവും ഉയർന്ന തലത്തിലെ ദൈവികമായ നിരവധി കഴിവുകളാൽ അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരായിരിക്കും അവര്. അവര് വിശ്വാസം വളരെ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ സാധാരണക്കാരെ ഇപ്പൊ താഴെ വന്നിട്ടുള്ള കാറ്റഗറിയുള്ള ആളുകളൊക്കെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അവർക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ആരെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ പറയുന്ന താഴത്തെ കാറ്റഗറിക്കാരൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആശ്രയിക്കുന്നത്, അവർ ഉപദേശം തേടുന്നതൊക്കെ ആരെടുത്തായിരിക്കും? ഈ പറയുന്ന ആളുകളുടെ അടുത്തായിരിക്കും. ശരി, ഇങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മുടെ പരിസരത്തില്ലേ? എല്ലാ അല്ലെ, എല്ലാ മതങ്ങളിലും ഉണ്ടാവും, അല്ലേ? ശരിയല്ലേ? അതെ, ശരിയാ, ശരിയാണ്. ശരിയാ, ശരി. അതായത് ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർ വരുന്ന കാറ്റഗറി നേരത്തെ പറഞ്ഞ കാറ്റഗറി സ്പിരിച്വൽ ലീഡേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവരൊക്കെയാണ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ കാറ്റഗറിയിൽ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ യൂട്യൂബ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വളരെ നല്ല ഉപദേശങ്ങൾ തരുന്ന ആൾക്കാർ ഇപ്പോ നിരവധിയായ ആളുകളുണ്ട്. അതായത് വളരെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ, അവര് ധാരാളം പുസ്തകങ്ങൾ വായിച്ചും അവർ പരീക്ഷണം നടത്തി കിട്ടുന്ന മെസ്സേജുകൾ, നല്ല നല്ല മെസ്സേജുകൾ, നല്ല നല്ല ഉപദേശങ്ങൾ, അങ്ങനെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ രാവിലെ നടക്കുന്ന 6 മണി പ്രോഗ്രാമിലൊക്കെ അത്തരത്തിലുള്ള ആളുകൾ തരുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ചിന്തകളിലും വാക്കുകളിലൊക്കെ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അവർ എപ്പോഴും ഹാപ്പിയാണ്, അല്ലെ? അവർക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കാനോ പറയാനോ നേരമില്ല. അവരെപ്പോഴും നന്ദിയുള്ളവരായിരിക്കും, അല്ലെ? എപ്പോഴും പോസിറ്റീവായിരിക്കും. എന്തെല്ലാം പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവും, അല്ലെ?
ഓരോ നിമിഷത്തിന്റെയും പ്രാധാന്യം അവർക്കറിയാം, ഓരോ ദിവസത്തിന്റെയും പ്രാധാന്യം അവർക്കറിയാം. ഒരിക്കലും ചിന്തിച്ചിരുന്നും വിഷമിച്ചിരുന്നും സമയം കളയാറില്ല അല്ലെ. അത് ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ആണ് ഇവർക്ക് ഈ ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം തരുന്ന ആളുകളാണ് ഈ പറയുന്ന ഏറ്റവും മുകളിലുള്ള കാറ്റഗറി എന്ന് പറയുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ചും നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം അല്ലെ. അവർക്ക് ഭക്ഷണം വേണം, അവർക്ക് വെള്ളം വേണം, വായു വേണം, വസ്ത്രം വേണം, അവർക്കെല്ലാം വേണം. അതിനോടൊപ്പം അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും മേലെയുള്ള കാറ്റഗറിയിലേക്ക് എത്തിയ ആൾക്കാരാണ് ഈ പറയുന്ന കാറ്റഗറി അല്ലെ. അപ്പോ പണ്ടത്തെ ആളുകളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ ആളുകൾ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മള് കാടുകളിലും ഗുഹകളിലൊക്കെയാണ് ജീവിച്ചിരുന്നത് അല്ലെ. അന്ന് ശരിക്കും വേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റൊമക് മാനേജ്മെന്റ്. എന്താ സ്റ്റൊമക് മാനേജ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മലയാളം പറയാൻ മാർഗം. പണ്ടത്തെ ആളുകൾക്ക്, പഴയ കാറ്റഗറി ആളുകൾക്ക് വേണ്ടിയിരുന്ന സ്റ്റൊമക് മാനേജ്മെന്റ്. എന്താ സ്റ്റൊമക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ വാക്കിന്റെ അർത്ഥം പറയാമോ? സ്റ്റൊമക് മാനേജ്മെന്റ് ഇതിന്റെ മലയാളം എന്താണ് ഏകദേശം പറയാൻ മാർഗം? വയറ്റുപഴുപ്പാണ്. ആ ഓക്കെ, വയറ്റുപഴുപ്പ്. കൺഗ്രാജുലേഷൻ. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ഭക്ഷണം കഴിക്കണം അല്ലെ. പണ്ടത്തെ ആൾക്കാര് മൃഗങ്ങളെ വേട്ടയാടിയും കായികനികൾ ഭക്ഷിച്ചൊക്കെയാണ് അല്ലെ. പിന്നീടാണ് തീ കണ്ടുപിടിക്കാൻ, ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നീടാണ് കൃഷിയെ പറ്റി മനസ്സിലാക്കി. അങ്ങനെ കൃഷിയെ വന്നു. കൃഷി സ്ഥലമുള്ള ആൾക്കാർ മുതലാളിമാരും കൃഷിയില്ലാത്ത ആൾക്കാര് ജോലിക്കാരുമായിട്ട് മാറി. പിന്നെ അതിനുശേഷമാണ് പുതിയ രീതിയിലേക്ക് മാറി. ജോലി വന്നു, സ്ഥാപനങ്ങൾ വന്നു, ചക്രം കണ്ടുപിടിക്കപ്പെട്ടു അല്ലെ. ഫാക്ടറികൾ വന്നു, വ്യവസായ യുഗം വന്നു. വ്യവസായ യുഗത്തിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടു. വ്യവസായിക യുഗം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇൻഫോർമേഷൻ ഏജ് വന്നു, ടെക്നോളജി വന്നു. ഇന്നിപ്പോ നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജിയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു അല്ലെ. എല്ലാം നമുക്ക് കൃത്രിമമായിട്ടെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇന്ന് ഞാൻ വളരെ രസകരമായ ഒരു വീഡിയോ രാവിലെ കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതായത് നമ്മളുടെ ആരാധനായ പ്രധാനമന്ത്രി സർക്കാർ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്നു, കാക്കി ഡ്രസ്സൊക്കെ ഇട്ട്. നമ്മളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കണ്ടക്ടറായിട്ട് ബാഗ് വെച്ചിട്ട് അഭിനയിക്കുന്നു. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതേമാതിരി പഴയ യാത്രക്കാരൻ ആരാണ്? സുരേഷ് ഗോപി സുരേഷ് ഗോപി യാത്രക്കാരൻ. ഇതൊക്കെ AI ടെക്നോളജിയുടെ പ്രത്യേകതയാണ്. അപ്പോ എല്ലാം എല്ലാം ഈ പറയുന്ന പോലെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ്. കാലം അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയി. അപ്പോ പറഞ്ഞു വന്നത്, പണ്ടത്തെ ആളുകളെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ഉണ്ണുക, ഉറങ്ങുക, ഉണ്ടി ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി ഇന്ന് അല്ലെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. നമ്മുടെ ചിന്തകൾ മാറി, നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറി, ഭക്ഷണ രീതികൾ മാറി. ഇവിടെ നമുക്ക് ഈ കൊറോണയ്ക്ക് വന്ന സമയത്ത് ഈ പറഞ്ഞ പല കാര്യങ്ങളൊക്കെ മാറി അല്ലെ. പലർക്കും ഭക്ഷണം പോലും കിട്ടാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞപ്പോ ആ സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ ഇല്ലാതെയായി. ഈ പറയുന്ന അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ നെട്ടോട്ട് ഓടിയ സമയം ഉണ്ടായിരുന്നു അല്ലെ. കാരണം വീടുകൾ നഷ്ടപ്പെട്ടു, ഫ്ലാറ്റുകൾ പോയി, വാഹനങ്ങളൊക്കെ വെള്ളത്തിലായി. ആ സമയത്ത് അവർക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? നേരത്തെ പറഞ്ഞ ജീവിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണവും വെള്ളവും മാത്രം മതിയായിരുന്നു. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും എല്ലാ കാറ്റഗറി ആളുകൾക്കും ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഇത്തരത്തില് പല പല തട്ടുകളായിട്ട് മനുഷ്യർ തരംതിരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള റെഡ് കാറ്റഗറിയാണോ, അതിന്റെ മുകളിലുള്ള യെല്ലോ കാറ്റഗറിയാണോ, അതിന് മുകളിലുള്ള ഗ്രീൻ കാറ്റഗറിയാണോ, അല്ല അതിന് മുകളിലുള്ള ബ്ലൂ കാറ്റഗറിയാണോ? എന്നാലും ഏറ്റവും ടോപ്പിലുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിയിട്ടുണ്ടാവില്ല. സമൂഹത്തിൽ ചിലപ്പോൾ വളരെ 1-2% മാത്രമേ ആ കാറ്റഗറി ഉണ്ടാവുള്ളൂ. അത് ഏറ്റവും ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടേക്ക് എത്താൻ സാധാരണക്കാരായ ആൾക്കാരെ സംബന്ധിച്ച് പറ്റണമെന്നില്ല അല്ലെ. പക്ഷെങ്കിലും തൊട്ട് താഴെയുള്ള ലെവലുകളിലെങ്കിലും നമ്മൾ ആയിരിക്കണം അല്ലെ, ആയിരിക്കണ്ടേ. പക്ഷേ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന ഏറ്റവും താഴെ ഉള്ള തട്ടിൽ നിന്നും പടിപടിയായി ചവിട്ടി മേലെയുള്ള തലങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള, എത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ മുമ്പേ പോയ ആളുകൾ എത്തിയിട്ടുള്ള തലങ്ങളാണ് ഇവിടെയുള്ള മേലുള്ള. അപ്പോൾ നമ്മൾ ഈ ഇത്തരത്തിലാണ് കാര്യങ്ങളിൽ കിടപ്പെങ്കിൽ
നമ്മൾ നിലവില് നമ്മൾ ഓപ്പർച്യൂണിറ്റിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ കാണാൻ സാധ്യതയുള്ള ആളുകൾ ഈ പറയുന്ന താഴേക്കിടയിലുള്ള ആളുകളായിരിക്കില്ല. ശരിയല്ലേ? കൂടുതൽ ആളുകളും ഈ താൽക്കാലികമായ സന്തോഷങ്ങൾക്ക് പുറകെ നടക്കുന്നവര്, അല്ലെ വലിയ സ്വപ്നങ്ങളില്ലാത്ത ആളുകൾ, ലക്ഷ്യങ്ങളില്ലാത്ത ആളുകൾ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതലുള്ളത്, അല്ലെ? ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് അതെ തന്നെ അതെ നമ്മൾ സ്വപ്നത്തെ പറ്റിയും നല്ല ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും അത് ദഹിക്കണമെന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്കുള്ള സ്വപ്നങ്ങളൊക്കെ വളരെ ചെറുതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ടാവും. നമുക്ക് വേണ്ടത് മേലേക്കുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ മേലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റു ക്വാളിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത കൊണ്ട് ഈ സാധാരണക്കാരായ ആളുകളെ ഓരോ ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെല്ലാവരും അങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ലോ ഓഫ് ആവറേജ് പ്രകാരം നമ്മൾ ബിസിനസിനെ പറ്റിയ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപക്ഷെ അവരുടെ പേഴ്സൻറ്റേജ് ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ അങ്ങനെ ആകാൻ താല്പര്യമുള്ള ആൾക്കാരെ നമ്മുടെ ട്രെയിനിങ്ങുകളും ഉണ്ട്, നമ്മുടെ സൂപ്പർ ക്വാളിറ്റി പ്രോഡക്ട്സുകളും ഉണ്ട്, നമ്മുടെ സപ്പോർട്ടും ഉണ്ട്, നമ്മുടെ ഇൻസ്പിറേഷനും ഉണ്ട്, നമ്മുടെ ലീഡേഴ്സിന്റെ പ്രത്യേകത ഉണ്ട്, നമ്മുടെ കമ്പനിയുടെ ഓഫീസിന്റെ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, MD-യുടെ നല്ല മനസ്സ് ഉപയോഗിച്ചുകൊണ്ട്, മാനേജ്മെന്റിന്റെ സഹായം, അല്ലെ? ഈ പുസ്തകങ്ങളുടെയും വീഡിയോകളുടെയും ട്രെയിനിങ്ങുകളുടെയും സഹായത്തോടു കൂടി അവരെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനോടൊപ്പം നമുക്ക് അവിടെ എത്തണം. അപ്പൊ അതിന് പറ്റിയ ഏറ്റവും നല്ല അവസരം ആണ് മോദി കെയർ എന്ന് വിശ്വാസമുള്ള ആൾക്കാരൊന്ന് റെസ്പോണ്ട് ചെയ്ത്, അല്ലെ? അത്തരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും. അതെ അതെ സർ. അതെ ഓക്കെ. അതെ അപ്പോ യെസ് അപ്പൊ ഈ യെസ്. ഓക്കെ അപ്പൊ ഈ പിരമിഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോരോ ആളുകളെ കാണുന്നതും ഓരോരോ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കേണ്ടതും. നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളും നമ്മൾ ഇടപെടുന്ന ആളുകളും വ്യത്യസ്തമായ കളറുകളിലുള്ള ആൾക്കാരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരും വ്യത്യസ്തമായ താല്പര്യങ്ങളുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കണ്ട് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല, പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന എല്ലാ ആൾക്കാരും ബിസിനസ്സിലേക്ക് വരുന്നില്ല, വന്ന ആൾക്കാരെല്ലാവരും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല, ഒരാൾക്കാർ ചെയ്യാതിരിക്കുന്നു, ഒരാൾക്കാർ വിട്ടുപോകുന്നു, ഒരാൾക്കാർ നിർത്തി പോകുന്നു. ഇങ്ങനെ പല പല പരാതികളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ കണക്റ്റഡ് ആണ്. കാരണം ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുള്ള, വലിയ ആഗ്രഹങ്ങളുള്ള, അതിനോട് പ്രവർത്തിക്കാൻ മനസ്സല്ല, നേരത്തെ പറഞ്ഞ ലീഡർഷിപ്പിലേക്ക് എത്താൻ താല്പര്യമുള്ള ആളുകളിലേക്കാണ് അല്പം കുറവായിരിക്കും. പക്ഷെ ആളുകളുണ്ട്, അവരെ നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ ഈ പറയുന്ന നിലവാരത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളും ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തും. അവിടെ നമുക്ക് മാനസികമായ സന്തോഷം ഉണ്ടാവും, ഫിസിക്കലി മെന്റലി നമ്മൾ ഫിറ്റ് ആയിരിക്കും. നമുക്ക് സമ്പത്തും സൗഭാഗ്യവും സന്തോഷവും കൂട്ടായ്മയും മറ്റുള്ളവരാൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഉയരാനും, ഒരുപക്ഷെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉയരാനും, സ്വപ്ന വാഹനം സ്വന്തമാക്കാനും സ്വപ്ന ഭവനം സ്വന്തമാക്കാനും ലോകം ചുറ്റി സഞ്ചരിക്കാൻ എല്ലാം ഉള്ള സൗകര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരും, അല്ലെ? നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി നാം ശ്രമിക്കുമ്പോൾ, അല്ലെ? എന്റെ ഒരു പോളിസി, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ടീമിന്റെ ഒരു പോളിസി എന്ന് പറയുന്നത് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കുക, നല്ല നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക. ജാതിയോ മതമോ പ്രായമോ വിദ്യാഭ്യാസമോ ഒന്നും നോക്കാതെ കൂടുതൽ ബന്ധങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ആ ബന്ധങ്ങൾ നമുക്ക് ബിസിനസ്സും നേട്ടങ്ങളും ഉണ്ടാക്കി തരും. അതല്ലാതെ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയായിട്ട് ആരെയും സമീപിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മൾ നല്ല നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇത് നടക്കും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊള്ളും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള നല്ല സൗഹൃദ ബന്ധങ്ങൾ തന്നെയായിരിക്കും, അല്ലെ? അവസാന കാലങ്ങളിൽ ഇന്റർവ്യൂ നടത്തിയ ആളുകളുടെ അനുഭവങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ പറയാറുള്ളത് ഒരുപാട് സമയം വേസ്റ്റ് ആക്കി പരാതി പറഞ്ഞു കുറ്റം പറഞ്ഞു കുറച്ചും കൂടി നല്ല രീതിയിൽ ആൾക്കാരായിട്ട് ഇടപഴകായിരുന്നു, സംസാരിക്കാമായിരുന്നു, ചിരിക്കാമായിരുന്നു, കുറച്ചും കൂടി യാത്രകൾ പോകാമായിരുന്നു, അല്ലെ? ആവശ്യമില്ലാതെ ഒരുപാട് പരാതി പറഞ്ഞു ആവശ്യമില്ലാതെ ആൾക്കാരുമായിട്ട് വഴക്കിട്ടും, അല്ലെ? അപ്പോ ഏറ്റവും നല്ല ബന്ധങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം
ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ബിസിനസിനെ കാണുക. ഇത്തരത്തില് ഉയർന്നു വരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമുക്ക് തുടർന്നുകൊണ്ടിരിക്കാം. ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്ക് കണ്ടെത്താം. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ കാഴ്ചപ്പാടുകള് നമുക്ക് 1, 2, 3 മിനിറ്റൊക്കെ വെച്ച് സംസാരിക്കാം. സാധാരണ നമുക്ക് ഈ സെഷനൊന്നും നമ്മളുടെ മറ്റു സ്ഥലങ്ങളിൽ കിട്ടാറില്ല. ഇത് നമ്മൾ തന്നെ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് അതിൽ നിന്ന് കിട്ടിയ പോയിന്റ്സ് വെച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു പ്രസന്റേഷൻ ആണ്. ഈ പ്രസന്റേഷൻ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നമുക്ക് സംസാരിക്കാം. നമ്മൾ ബിസിനസ്സിൽ വന്നിരിക്കുന്നത് പണം ഉണ്ടാക്കാൻ മാത്രമല്ല, അല്ലെ? നമ്മൾ ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉപോൽപ്പന്നമായിട്ട് പണവും പ്രശസ്തിയും സമ്പത്തും എല്ലാം നമ്മിലേക്ക് വന്നു ചേരുന്നു. അതിനു വേണ്ടി കൂടിയായിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുക. ഇതൊന്നും മനസ്സിലാക്കാത്ത, ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ബിസിനസ്സിൽ നിന്ന് മാറി നിന്നേക്കാം, ബിസിനസ് പിന്തിരിഞ്ഞു പോയേക്കാം. സാമ്പത്തിക നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ പ്രത്യേക താല്പര്യങ്ങൾക്കോ വേണ്ടി മാത്രം വരുന്ന ആൾക്കാർക്ക് ബിസിനസ്സിൽ നിന്നും മാറിപ്പോയേക്കാം. അതൊന്നും പ്രശ്നമല്ല. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. ഏറ്റവും ഉയർന്ന രീതിയിലേക്ക് എത്തുന്നതിനുള്ള അവസരമുണ്ട്. അപ്പൊ എല്ലാവർക്കും അത്തരത്തിൽ ഉയരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഒന്ന് ഇന്ററാക്ട് ചെയ്യാം. സിറിൽജിനെ അത് സംസാരിക്കും. സിറിൽജിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. വെൽക്കം. ഓക്കെ, താങ്ക് യു സാർ. പറഞ്ഞ പോലെ നമ്മൾ ആദ്യം കണ്ടത് ഒരു റെഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് യെല്ലോ കണ്ടു, ഗ്രീൻ കണ്ടു, ബ്ലൂ കണ്ടു, വയലറ്റ് കണ്ടു. അതിൽ ആദ്യം പറഞ്ഞ റെഡ് കാര്യങ്ങളിൽ നിന്നും നമ്മൾ ആരും തന്നെ റെഡ് കാര്യങ്ങളിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഒരു മൃഗങ്ങളെ പോലെ ഒന്നും ജീവിക്കുന്ന ആളുകളല്ല. നമുക്ക് എല്ലാം ജീവിതത്തിൽ ആവശ്യമാണ്. ശ്വസനം, വാട്ടർ, വെള്ളം, സ്ലീപ്പ്, നല്ല വസ്ത്രങ്ങൾ എല്ലാം ഒക്കെ ഓക്കെയാണ്. എങ്കിലും നമ്മൾ അതിൽ നിന്നും മാറി യെല്ലോയിലും മാറി നമ്മളൊരു കുറഞ്ഞത് ഒരു ഗ്രീൻ ലെവലിലെങ്കിലും നമ്മളെല്ലാവരും ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇപ്പം ഇതിലായിരിക്കുന്ന എല്ലാവരും തന്നെ ഏകദേശം ഒരു ഗ്രീനും ബ്ലൂ ഒക്കെ ആയിട്ട് വരാനാണ് കൂടുതൽ സാധ്യത. പറഞ്ഞ പോലെ വയലറ്റിലോട്ട് കടക്കണമെങ്കിൽ നമ്മളായിട്ടില്ല. വയലറ്റിലോട്ട് കടക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അതേപോലെ ശരിക്ക് ശാസ്ത്രജ്ഞന്മാരെന്നുള്ള ആ ഒരു ഇത്, അല്ലെങ്കിൽ തന്നെ പണ്ഡിതന്മാര് ആ ഒരു ഇത്, പിന്നെ കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തികളൊക്കെ എന്ന് പറയുമ്പോൾ അവരൊക്കെ വേറൊരു തലത്തിലുള്ള ആളുകളാണ്. അത്ര നമ്മൾ എത്തണമെങ്കിൽ താഴേനെ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ച് നല്ല കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എല്ലാം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വ്യക്തികളായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നവരാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മളായിരിക്കുന്ന ഓരോ തൊഴിലിലും നമ്മൾ വേണ്ടത്ര ആത്മാർത്ഥത പ്രകടിപ്പിച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലായാലും നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലായാലും എല്ലാം നമുക്ക് നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളതിനെക്കുറിച്ച് സിഗ്നേച്ചർ ഇട്ട് പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ വെറുതെ ഒരു വ്യക്തിയായി ഇവിടെ ജീവിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മൾ ഈ മണ്ണിൽ നിന്ന് മറിഞ്ഞു പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ഒരു 1-2 കാര്യങ്ങളെങ്കിലും നല്ലത് പറയുവാൻ തക്ക വിധത്തിലായിരിക്കണം നമ്മളുടെ ജീവിത രീതികളെല്ലാം. അതുകൊണ്ട് തന്നെ എനിക്ക് നീ കാണിച്ച പിരമിഡിലെ ഗ്രീനും ബ്ലൂവും ആയിരിക്കാനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. ആ ഒരു അവസ്ഥയിലെങ്കിലും നമ്മൾ വരണം എന്നാണ് എനിക്ക് ഇതിൽ ഇന്നത്തെ ഈ പിരമിഡ് നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും മറന്നിരിക്കുകയായിരുന്നു. എന്നാലും കുറേ നാൾ മുമ്പാണ് കേട്ടേക്കണത്. പിന്നെ കേട്ടപ്പോൾ പുതിയൊരു ഫീലിങ്സ് ഉണ്ടായി. അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇന്ന് ഈ അവസരം ജോളി സാറ് ചെയ്തത് വളരെ നന്നായിരിക്കുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ഈ പിരമിഡ് ക്ലാസ്. മറന്നിരുന്നതിനെല്ലാം നമ്മൾ ഇടക്കിടക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുക ജോളി സാറിന്റെ ഒരു പ്രത്യേക കഴിവാണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അതെല്ലാം ഇടക്കിടക്ക് ജോളി സാറ് റിവൈൻഡ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ഓർമ്മപ്പെടും. ഞാൻ ഓർക്കും ഇത്രയെല്ലാം തിരക്കിനിടയിലും ജോളി സാർ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുമ്പോൾ ചില നേരം അത്ഭുതം തോന്നാറുണ്ട്. കാരണം നമ്മളെ കൊണ്ട് പോലും പല കാര്യങ്ങളും ചില സമയത്തൊന്നും ഓർത്തിരുന്ന് പലതും ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ജോളി സാർ അത് കൃത്യമായിട്ട് എല്ലാവരെയും വിളിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു തരുന്ന
ജോളി സാറിന് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ താങ്ക് യു. പുതിയൊരു വാക്ക് നമുക്കൊന്ന് പഠിക്കുവാൻ സാധിച്ചു, സ്റ്റൊമക്ക് മാനേജ്മെന്റ്.